وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ما شاء الله. بسم الله الرحمن الرحيم. وبه نستعين. والطهارة الثانية. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞു നമ്മള് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക. അതിപ്പോ ഒന്നാമത്തത് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ചെറിയ ശുദ്ധി ഉള്ളവർക്ക് ഹറാമാവുന്ന കാര്യങ്ങളും പറഞ്ഞു, കൂട്ടത്തിൽ വലിയ ശുദ്ധി ഉള്ളവർക്ക് ഹറാമാവുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞു. ഇനി രണ്ടാമത്തെ അശുദ്ധിയെ കുറിച്ചും അതിൽ നിന്ന് ശുദ്ധിയാകേണ്ട കുളി, അതിന്റെ ഷർത്ത്, ഫർള്, സുന്നത്ത് തുടങ്ങിയവയെ കുറിച്ചും പറയാൻ പോവുകയാണ്. ഒത്തഹാറത്തു സാരിയത്തു, രണ്ടാമത്തെ ത്വഹാറത്ത് ശുദ്ധീകരണം, അൽ ഓസ്ലു, ഓസ്ലാണ്. ഓസ്ല് എന്ന് പറഞ്ഞാൽ കുളിക്കുക തന്നെ. ഹുവ, ഈ ഓസ്ല് എന്ന വാക്ക് ലോകത്തൻ അറബി ഭാഷാർത്ഥത്തിൽ എന്തേലും അർത്ഥമുള്ളൂ? സേനാലുൽമായ ശൈലി, ഒരു വസ്തുവിന്റെ മേൽ വെള്ളം പാരുക, വെള്ളം അങ്ങനെ ഒലിക്കുക. അപ്പൊ ഓസ്ല് എന്ന് പറയും. അപ്പൊ ഏത് വസ്തുവിന്റെ മേലായാലും വേണ്ടി, മനുഷ്യനാവട്ടെ അല്ലാത്തവരാവട്ടെ, നെയ്യത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒക്കെ ഭാഷയിൽ ഓസ്ല് എന്ന് പറയും. എന്നാൽ ശർഅൻ നമ്മളിപ്പോ ഭാഷ പഠിപ്പിക്കല്ലോ. ഇസ്ലാം ശരീഅത്തിൽ രണ്ടാമത്തെ ത്വഹാറത്താവുന്ന ഓസ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലാനുൽ മായി നഷ്ടം അലാ ജമീഅൽ ബദനി, ശരീരം മുഴുവനത്തിന്റെയും മേലിൽ വെള്ളം ഒലിപ്പിക്കലാണ്. എങ്ങനെ? ബിന്നിയ്യത്തി, നിയ്യത്തോട് കൂടി. അപ്പം അവിടെ 3 നിബന്ധന വന്നു അർത്ഥം. ഭാഷയിൽ ഇപ്പൊ ഏതൊരു വസ്തുവിന്റെ മേലെ വെള്ളം ഒലിച്ചു പോയാൽ ഓസല എന്ന് പറയും. ശറയിൽ അതുപോലെ മനുഷ്യന്റെ ശരീരത്തിലാവണം, അത് ശരീരത്തിൽ മുഴുവനും ആവണം, അതോടുകൂടി നിയ്യത്തോടി വേണം. എങ്കിലേ ശറയിൽ അതെന്ത് പറയുള്ളൂ? ഉസ്ലു എന്ന് പറയുള്ളൂ. നിയ്യത്തില്ലാതെ ഒരാൾ നേരം പോലത്തെ അന്ത്യവോളും പുഴയിൽ ചാടി മുങ്ങി കുളിച്ചു, ഇക്കറിന് അക്കരെ വരെ നീന്തി, അക്കറിന് ഇക്കരെ വരെ നീന്തി, എന്നാലും ശറയിൽ എന്താവുന്നില്ല? ഉസ്ലു ആകുന്നില്ല. കാരണം എന്താ? നിയ്യത്തില്ല, നിയ്യത്തോട് കൂടി വേണം എന്നർത്ഥം. കാരണം എന്താ? ഫർളായ ഇബാദത്തുകളിൽപ്പെട്ട ഒരു ഇബാദത്താണ്. വുദൂ ഒരു ഇബാദത്തായതുപോലെ കുളി എന്നത് ഒരു സ്വാലിഹായ അമലുകളിൽപ്പെട്ട ഫർളായ ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു അമലും അമലായിത്തീരുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പോ നിയ്യത്തോട് കൂടി മനുഷ്യ ശരീരത്തിൽ വെള്ളം ഒഴിപ്പിച്ച് കഴുകുമ്പോഴാണ് ഉസ്ലു എന്ന് പറയാ. എന്നാൽ വലാജിബു, കുളി ഉജൂബാവൂല. എന്നാൽ കുളിയുടെ കാരണങ്ങൾ ഉണ്ടായത് കൊണ്ട് കുളി ഉജൂബാവൂല. ഫൗറൻ, എങ്ങനെ ഉജൂബാവൂല? ഉടനെ കുളിക്കണം എന്ന നിലക്ക് ഉജൂബാവുന്നില്ല. എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കുളിച്ചു കൊള്ളണം എന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയില്ല. സംഗതി വയ്യൻ അസ്വാ, ഈ കുളി നിർബന്ധമായ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ബിസബബിഹി, ഈ കുളിയുടെ കാരണം കൊണ്ട് ഹറാമായ മാർഗത്തിലാണ് വലിയ ശുദ്ധി ഉണ്ടായത്, എന്നാലും ഉടനെ കുളിക്കണം എന്ന് പ്രത്യേക നിർബന്ധമൊന്നുമില്ല. കുളി ഉജൂബാണ്. നിസ്കാരം കള ആകാത്ത നിലക്ക് കുളിച്ച് നിസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെ വലിയ ശുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ കുളിച്ചാൽ മതി. വൈനസാബി സുബ്ബിയാറിനെ ഉദാഹരണം, ഒരാൾ സിന ചെയ്ത് നോക്കിക്കൊള്ളുന്നത്, അല്ലാഹു തആല നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ഒരാൾ സിന ചെയ്ത് നോക്കാം, സിന ചെയ്താലും ജനാബത്തുണ്ടാവുമല്ലോ, എന്നാൽ ഉടനെ കുളിക്കണമെന്നുണ്ടോ? അല്ല. അടുത്ത നിസ്കാരത്തിന്റെ വഖത്ത് വരുമ്പം നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കുളിച്ച് ശുദ്ധിയായി നിസ്കരിക്കണം. അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ
സിനാ ചെയ്യുക എന്ന് പറഞ്ഞ ഈ ഹറാമ് അത് മതിയാക്കിയപ്പം അത് കഴിഞ്ഞല്ലോ. പിന്നെ ആ മാസികത്തുമായിട്ട് ബന്ധപ്പെട്ട തഅല്ലുഖ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം അവിടെ മുറിഞ്ഞുപോയി. അതുകൊണ്ട് ഇനി ഉടനെ തന്നെ മുറിച്ചുകൊള്ളണം എന്ന് പറയേണ്ട കാര്യം ഇല്ല. കാരണം ആ കുറ്റത്തിൽ നിന്നിട്ട്, ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്നിട്ട് അവൻ വിരമിച്ചല്ലോ. ദോഷം കൊടുക്കണമെങ്കിൽ തൗബ ചെയ്യണം, അത് വേറെ വിഷയം. പക്ഷെ ആ ദോഷം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തെറ്റ് മാർഗത്തിലാണ് ജനാബത്തുണ്ടായത് എങ്കിൽ പോലും ഉടനെ തന്നെ കുളിച്ചുകൊള്ളണം എന്ന് ഫൗരിയത്ത് വുജൂബില്ല. എന്നാൽ സമാനമായ മറ്റൊരു വിഷയമുണ്ട്. ബിഖിലാഫി നജസിൻ, നജസിനെതിരെ നല്ല നജസിൽ നിന്ന് ശുദ്ധിയാവുന്നതിനെതിരെ തഹാറത്ത് മൂന്ന് അടിയാണ്. ഒന്ന് ഹദസ് ചെറിയ ശുദ്ധിയിൽ നിന്നുള്ള തഹാറത്ത്, രണ്ടാമത്തെ വലിയ ശുദ്ധി ജനാബത്തിൽ നിന്നുള്ള തഹാറത്ത്, മൂന്നാമത്തെ നജസിൽ നിന്നുള്ള തഹാറത്ത്. നജസിൽ നിന്നുള്ള തഹാറത്ത് വുജൂബ് തന്നെയാണ്, നിസ്കാരം ശരിയാനുള്ള ഷർത്തുകളിൽപ്പെട്ട ഷർത്തുമാണ്. എന്നാൽ ഈ നജസ് ഒരാളുടെ ശരീരത്തിലായി എങ്ങനെ? അസ്വാബി സബബിഹി, ഈ നജസ് ആയ കാരണം കൊണ്ട് അവൻ കുറ്റക്കാരനായി. എന്ന് പറഞ്ഞാൽ കാരണമൊന്നും കൂടാതെ ഇവൻ ശരീരത്തിലോ വസ്ത്രത്തിലോ ധരിച്ച വസ്ത്രത്തിലോ നജസ് പുരട്ടിയതാണ്, അത് ഹറാമാണ്. വല്ല ചികിത്സാ വിഷയാർത്ഥോ മറ്റോ ഒക്കെ വേണമെങ്കിൽ ശറയ്യായ ഹലാലാവുന്ന മാർഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നജസ് പറ്റണമെന്ന് കുഴപ്പമൊന്നും. ഇപ്പോൾ ഉദാഹരണം ഗോമൂത്രം കൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞിട്ട് ചികിത്സ ഉണ്ട് ചില മാനസിക രോഗികൾക്ക്. അപ്പൊ നജസാണെന്നുള്ള ഉറപ്പല്ലേ ഗോമൂത്രം. പക്ഷെ അത് രോഗത്തിന് മരുന്ന് എന്നതിലേക്ക് ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് അവൻ കുറ്റക്കാരനാകുന്നില്ല. ഇത് അങ്ങനൊന്നുമല്ല. വെറുതെ ചോര കണ്ടപ്പോ ആ ചോരയോട് എന്താക്കി കൈയോട് തൊട്ടിട്ട് മേത്ത് ഒന്നാണ് പരട്ടി, അല്ലെങ്കിൽ മൂത്രോ മലോ പോലെയുള്ള ഒരു നജസ് വെറുതെ ഇവൻ കൈയോട് തുടച്ചു അല്ലെങ്കിൽ മേത്തെടുത്ത് വെച്ചു, അത് ഹറാമാണ്. എന്നാൽ ഉടനെ കഴുകൽ വുജൂബാണ്. അവിടെ ഫൗലിയത്ത് വുജൂബുണ്ട്, അതാ വ്യത്യാസം. അവിടെ ഫൗലിയത്ത് വുജൂബുണ്ട്. അതിന്റെ കാരണം എന്താ? ഈ നജസ് ശരീരത്തിൽ കാരണം കൂടാതെ പെരട്ടുക എന്ന് പറയുന്നത് കുറ്റമാണ്. അതത് കഴുകി ശുദ്ധിയാക്കുന്നത് വരെ ഇവൻ ഈ കുറ്റത്തിൽ നിലനിൽക്കുന്നു. മനസ്സിലായോ? അപ്പൊ നജസ് ഹറാമായ മാർഗത്തിൽ ശരീരത്തിൽ പരട്ടിയാൽ ഫൗറൻ ഉടനെ അത് കഴുകി വൃത്തിയാക്കൽ വുജൂബാണ്, പിന്തിക്കാൻ പാടില്ല, ഹറാമാണ്. എന്നാൽ ജനാബത്തുണ്ടായി, അത് ഹറാമായ മാർഗത്തിലാണ് ജനാബത്തുണ്ടായതെങ്കിൽ പോലും ഫൗറൻ ഉടനെ കുളിക്കൽ നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം അവിടെ ആ ഹറാമായ കാര്യത്തോട് ജനാബത്തുണ്ടായെങ്കിലും അതോടുകൂടി ആ ഹറാമുമായിട്ടുള്ള ബന്ധം തഅല്ലുഖ് കിട്ടും, അത് മുമ്പത്തെ മുറിഞ്ഞുപോയി. ഇവിടെ അതല്ല. ഈ നജസ് ശരീരത്തിൽ നിൽക്കുന്നിടത്തോളം ഇവൻ ആ ഹറാമുമായി തഅല്ലുഖ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നജസ് ശരീരത്തിലായത് ഇവൻ ഹറാമായ മാർഗത്തിലാണ് ആക്കിയത് എങ്കിൽ ഉടനെ കൈകൾ വുജൂബുണ്ട്. രണ്ടും തഹാറത്ത് തന്നെയാണ്, തമ്മിലുള്ള വ്യത്യാസം ഈ ജനാബത്തിന്റെ സബബാവുന്ന മാസികത്ത് മുമ്പത്തിയായിട്ടുണ്ട്, കുളിച്ചാലും ഇല്ലെങ്കിലും. അതേസമയത്ത് നജസ് കൊണ്ട് വന്ന മാസികത്ത് മുമ്പത്തിയാവുന്നത് കഴുകുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഫൗരിയത്ത് വുജൂബാണ്. ഇല്ലേ? ഇനിയിപ്പൊ നമ്മൾ മുസ്ലിം എന്നാണല്ലോ വായിച്ചത്. അതിന് പറയാം വല്ലഷറു, ഏറ്റവും മഷൂറായത് പ്രസിദ്ധമായത് ഫീ കലാമിൽ ഫുഖഹായി, ഇമാമിങ്ങളാവുന്ന ഫുഖഹായിന്റെ വചനങ്ങളിൽ മഷൂറായത് ഉസ്ലി എന്നോർത്ത് ദൊമ്മോണ്ട് വായിക്കലാണ് മഷൂർ. അത് വെറുതെ ഓല് തിരിയാഞ്ഞിട്ടല്ല, തിരിച്ചിലേറിയിട്ടാ. പക്ഷേ ഭാഷാ പ്രയോഗം അറിയാതെ പേച്ചു പോയതാണ് ഫുഖഹായിന്റെ അടുക്കൽ എന്ന് ആരും വിചാരിക്കണ്ട. മറിച്ച് നജസിനെ കഴുകുമ്പോൾ ഓസ്ലി എന്ന് ഫത്ഹ് കൊണ്ടും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുമ്പോൾ ഉസ്ലി എന്ന് ലുമ്മ കൊണ്ടും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഫുഖഹാ ലുമ്മ കൊണ്ട് ഉസ്ലി എന്ന് പറഞ്ഞത്. സംഗതി ഭാഷ നോക്കിയാൽ ലാക്കിൻ ഇങ്ങനെയാണ് ഫുഖഹായിന്റെ കലാമിൽ മഷൂറെങ്കിലും അൽ ഫത്ഹു അഫ്സഹു, ലോത്ത് കൊണ്ട് നോക്കുമ്പോൾ ഓസ്ലി എന്ന് പറയാ ഫത്ഹ് കൊണ്ട് പറയലാണ് ഫസിയായ ലോത്ത്. കാരണം ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഅലും ഖിയാസു മസ്തരിൽ മുഅദ്ദ മിൻ ദി സലാസത്തിൻ കറദ്ദ റദ്ദ. അല്ലേ? വറബ യളിബു ബാബാണ്, ഓസല യഗ്സിലു. വറബ യളിബു ബാബാവുമ്പോ അതിന് മസ്തർ എങ്ങനെ വരണം? ഫഅലു വസ്ന് വരണം. അപ്പൊ ഓസ്ലി എന്നാണ് മസ്തർ വരേണ്ടത്.
മസ്തർ അതാണ് ലോത്തനുസരിച്ച് അഥവാ നവീങ്ങളുടെ കായിക അനുസരിച്ച് ഓയിനിന് ഫത്ത് കൊണ്ട് ഫൈല് വസിന്റെ വസില് എന്ന് പറയലാണ് ഭാഷാർത്ഥത്തിൽ മഷൂർ അല്ലെങ്കിൽ ഫസീഹ്. എന്നാൽ അത് അറിയാത്തത് കൊണ്ടല്ല മഹാന്മാരായ ഫുഖഹാവ് ഓസിലി എന്ന് പറയാതെ ഓസിലി എന്ന് പറഞ്ഞു. കാരണം എന്താ, അവരത്രയും സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ്. ബഹുമാനപ്പെട്ട ഫുഖഹാവ് ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യക്തമായ ആശയങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും. നജസ് ശുദ്ധിയാക്കുന്നതിന് അതിനോ ഓസിലി എന്ന് തന്നെ പറയാം, കുളിക്കുന്നതിനോ ഓസിലി എന്ന് തന്നെ പറയാം. അപ്പൊ ഒരു വേർതിരിവ് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ഫത്ത് കൊണ്ട് ഓസിലി എന്ന് പറഞ്ഞാൽ കഴുക നജസ് ശുദ്ധിയാക്കുക എന്ന അർത്ഥത്തിനുള്ള കഴുകലാവും. ഓസിലി എന്ന് പറഞ്ഞാൽ കുളിക്കലാവും. അപ്പൊ കഴുകലും കുളിക്കലും ഭാഷ നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് കേരളത്തിലൊരു ഗവർണർ ഉണ്ടെങ്കിൽ പെണ്ണായ ഗവർണർ, എന്തോരെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്റെ ആരോരാജിക്ക് ഓർമ്മ ഉണ്ടോ പറഞ്ഞില്ല. ഇവർക്ക് കേരളത്തിൽ വന്ന് ഗവർണറായപ്പോ മലയാളം പഠിക്കണം എന്നൊരു പൂജയായി. അങ്ങനെ ഡിക്ഷണറി വാങ്ങിയിട്ട് മലയാളം പഠിക്കാം. അതിന്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രിയും വേറെ 2-3 മന്ത്രിമാരും കൂടി ഗവർണറെ കാണാൻ പോയി, രാജ്ഭവനിൽ പോയി. അപ്പൊ ഇവരാത്ത പെണ്ണുങ്ങളല്ലേ, എന്തായാലും ഒന്ന് ചൊറുക്കൂട്ടിയില്ലല്ലോ, പുറത്തിറങ്ങില്ലല്ലോ. അങ്ങനെ ഇവര് വന്ന് കുറച്ച് ഇരുന്നതിന് ശേഷം അവര് വന്നിട്ട് അവർ പറയാം, സോറിട്ടോ ഞാൻ അല്പം താമസിച്ചു പോയത് മുഖം അലക്കുകയായിരുന്നു. മനസ്സിലായി? ഈ വാഷ് ചെയ്യുക എന്ന് പറയുന്നത് അലക്കണേനും പറയും കഴുകണേനും പറയും. അപ്പൊ ഇനി എവിടെയാണ് അലക്കുക എന്ന് പറയേണ്ടത്, എവിടെ കഴുകുക എന്ന് പറയേണ്ടത്, അത് ഗുരുനാഥന്മാരിൽ നിന്നിട്ട് പഠിക്കേണ്ടതാ. ഡിക്ഷണറി പഠിച്ചിട്ട് വഹാബിന്റെയൊക്കെ ഡിക്ഷണറി നോക്കിയിട്ട് ഈ പഠിച്ചെന്നലെ രാത്രി നമ്മളെ കോട്ടൂർ സഖാവിസ്താദ് പറഞ്ഞതുപോലെ ഡിക്ഷണറി ഇസ്ലാമാണോ അല്ലേ എന്നതുപോലെ ഈ ഗവർണർ എന്തായത് ഡിക്ഷണറി നോക്കിയിട്ടാണ് പഠിച്ചത് മലയാളം. അപ്പൊ 36 എന്തേ പഠിച്ചോളൂ, അലക്കുക, വാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അലക്കുക. മുഖം കഴുകണേ മുഖം വാശ ചെയ്യുക എന്ന് പറയുമല്ലോ. അപ്പൊ വാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അലക്കുക എന്നാണ് അർത്ഥമൊന്നും. മുഖത്തിന് അലക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കഴുകുക എന്നാ പറയേണ്ടത് എന്നുള്ള വേർതിരിവ് ഈ ഗുരുനാഥന്റെ അടുത്തുനിന്നല്ല ഡിക്ഷണറി നോക്കി പഠിച്ച ഓർമ്മക്കില്ല. അതിന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് പിന്നെ പറഞ്ഞ് തിരിച്ചു കൊടുത്ത് എന്നതുപോലെ ഫുഖഹാ ഒരു കാര്യം പറഞ്ഞാൽ അത് അത്രയും സൂക്ഷ്മമായിരിക്കും. ഓസില് എന്ന് പറഞ്ഞാൽ രണ്ടും പറയും, എന്ത് കഴുകാന്നും പറയും, അതുപോലെ തന്നെ കുളിക്കാന്നും പറയും. അപ്പൊ കഴുകുക എന്ന് പറയണോ കുളിക്കുക എന്ന് പറയണോ ശരി, ആ 2 പ്രയോഗം വെച്ചാൽ പിന്നെ എന്നെ പോലത്തെ സാധു ജാഹിലീങ്ങൾ പേക്കൂലല്ലോ. അപ്പൊ ഫുഖഹാ എന്ത് പറയും, കുളിക്കുക എന്ന് പറയണേന് ഓസിലി എന്ന് പറയും, കഴുകുക എന്ന് പറയണേന് ഓസിലി എന്ന് പറയും. ലോകത്തിൽ അങ്ങനെ ഒരു ശോഭമില്ല, രണ്ടും ഒന്ന് തന്നെ, പക്ഷേ പേക്കണ്ടല്ലോ. അങ്ങനെയാണ് ഫുഖഹാന്റെ ലിസാനിൽ മഷ്ഹൂറായിട്ട് വന്നു വരാൻ കാരണം കുളിക്ക്. അതേസമയത്ത് അതേ ഫുഖഹാ തന്നെ നജസിന് കഴിയുന്നോടത്ത് ഓസിലി ഫത്ഹ കൊണ്ടാണ് പറയുക. അപ്പൊ അവരുടെ പ്രയോഗത്തിലുള്ള സൂക്ഷ്മതയാണ്. എന്നാൽ ഇതൊന്നില്ല, ഓസിലിന് അതിന് ഒമ്പുകൊണ്ട് പറഞ്ഞാൽ മുസ്തഖും ബൈനൽ ഫിഅലി വമാഇൽ ഓസിലി. കുളിക്കുന്ന വെള്ളത്തിന് ഓസിലി എന്ന് പറയും, കുളിക്കുക എന്ന് പറയുന്ന പണിക്കും പറയും. ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഇസ്തിമാൽ ഫുഖഹാന്റെ ശൈലി ഈ രീതിയാണ്. അതുകൊണ്ട് ഉദ്ദേശം കഴുകലും കുളിക്കലും തമ്മിൽ കൂടിക്കലരാതെ വേർതിരിഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ മുതഅല്ലിമീങ്ങൾ എന്ന് വെച്ചിട്ടാണ്. ആട്ടെ, വമൂജിബുഹു കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ, കുളിയുടെ അസ്ബാബുകൾ അർബാത്തുൻ, മൂജിബാത്തുഹു അർബാത്തുൻ എന്ന് പറയണം ശരിക്ക്, മനസ്സിലായില്ലേ? പക്ഷേ ലമീറിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് മീമിയ മസ്തറിനെ പറയുമ്പോ മസ്തറിന്റെ പ്രയോഗമായി മുഫ്രദിനും ജമ്മിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കും. ഇതിപ്പോ എന്തിനാ കാക്കാമാരോട് പറയുന്നതെന്ന് വെച്ചാൽ ആലുരാജിനെയൊക്കെ പഠിച്ചിട്ട് പറയാം. ആലുരാജിയൊക്കെ നല്ല ഉസ്താദന്മാരുടെ അടുത്ത് നിന്ന് കിതാബ് ഓതി പഠിച്ച പിന്നെ അത് എന്തേക്കൊന്ന് ഇഷ്കാലി ചോദിക്കാൻ നിൽക്കണ്ടെന്നുള്ളവർക്ക് പറയാണ്. മനസ്സിലായില്ല? മൂജിബുഹു അർബാത്തുൻ, കുളി ഉജൂബാക്കുന്ന കാര്യങ്ങൾ 4 ആവുന്നു. 4 കാരണങ്ങളെ കൊണ്ടാണ് സാധാരണഗതിയിൽ ഉജൂബ് ആവുന്നത്. ഒന്നാമത്തേത് ഖുറൂജു മനിയിഹി, മുമ്പ് നമ്മൾ വുളൂന്റെ അവിടെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മനിയ് പുറപ്പെടുക. എവിടെ ഒന്നുകൂടി ഒരു കൈ കൂടിയുണ്ട്, എങ്ങനെ പുറപ്പെടുക? അവലൻ, ഒന്നാമതായി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? മനി, സ്വന്തം മനി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അവിടെ
സ്വന്തം മനിയല്ലാതെ പുറപ്പെട്ടാൽ അതുകൊണ്ട് വുളു മുറിയൂന്ന്. സ്വന്തം മനിയല്ലാതെ പുറപ്പെട്ടാൽ അതുകൊണ്ട് കുളി വിജുവാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സ്വന്തം മനി പുറപ്പെട്ടാലേ കുളി വിജുവാവുള്ളൂ. മനി പുറപ്പെടുക എന്ന് പറയുന്ന കാര്യം ഉണ്ടായത് സ്വന്തം മനി പുറപ്പെട്ടാലേ കുളി വിജുവാവുള്ളൂ. അവിടെ പറഞ്ഞത് എന്താ? സ്വന്തം മനി പുറപ്പെട്ടാൽ വുളു മുറിയിലാണ്. അപ്പൊ സ്വന്തം മനി അല്ലാത്ത മനി പുറപ്പെട്ടാലോ വുളു മുറിയും. ഇവിടെ നേരെ മറിച്ച് സ്വന്തം മനി പുറപ്പെട്ടാൽ വലിയ ശുദ്ധി ഉണ്ടാവും. സ്വന്തം മനി അല്ലാത്ത പുറപ്പെട്ടാലോ വലിയ ശുദ്ധി ഉണ്ടാവില്ല. പിന്നെന്താ വുളു മുറിയാണ്? അത് വിഷയമാണ് അവിടെ പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞത് വുളു മുറിയും ജനാബത്ത് ഉണ്ടാവും, വുളു മുറിയില്ല എന്നുള്ള അവസ്ഥയാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ജനാബത്ത് ഉണ്ടാവില്ല, വുളു മുറിയും എന്ന് പറയുന്ന. സ്വന്തം മനി അല്ലാത്തത് പുറപ്പെട്ടാൽ വുളു മുറിയും, പക്ഷെ ജനാബത്ത് ഉണ്ടാവില്ല. സ്വന്തം മനി പുറപ്പെട്ട എന്നാ ഈ സ്വന്തം മനി തന്നെ എങ്ങനെ പുറപ്പെടണം? അവലം പുറപ്പെടണം. മനിയെ പുറപ്പെട്ട മനിയെ പുറത്തേക്ക് പോയപ്പോ ഒരു ചങ്ങായിക്ക് തോന്നി, റബ്ബെ പടച്ചോനെ ഇത് നല്ലൊരു മുതലാണല്ലോ, വെറുതെ ഇത്ര കളിയണെന്നുള്ളവർക്ക് ആ പുറപ്പെട്ട ദ്വാരത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് തന്നെ കയറ്റി. അതിനുള്ളിൽ കയറി കുറയാണ്ട് പോകുന്നിട്ടിക്കോളി, അങ്ങനെ തന്നെ പോലെങ്കിലോ അങ്ങനെ കുറച്ചാണ് പോയതിന് ശേഷം രണ്ടാമത് അത് ഇങ്ങോട്ട് തന്നെ പോകുന്നു. എന്നാലോ അത് സാനിയം പുറപ്പെട്ടത്, അതിന് രണ്ടാമത് കുളിക്കേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണിന് തോന്നി അങ്ങനെ തന്നെ മനിയെ പുറപ്പെട്ടപ്പോ വെറുതെ പോയി കളയണ്ടല്ലോ എന്നക്ക് അങ്ങോട്ട് തന്നെ എന്താക്കി പുനഃപ്രവേശനം കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് തന്നെ പറഞ്ഞു. ആദ്യത്തെ കുളിച്ചൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായി. അതിന് ശേഷം ഇത് രണ്ടാമത് ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്നാലോ അവലം പുറപ്പെടുമ്പോഴേ കുളി ചുവാവുള്ളൂ. സാനിയം പുറപ്പെട്ട ഉതുമറിയും കുളി ചുവാവില്ല. ശരിയല്ലേ? അപ്പൊ സ്വന്തം മനിയാവണം, അവലം പുറപ്പെടണം. സ്വന്തം മനിന്റെ കൂട്ടില്ലാതെ മറ്റൊരാളുടെ മനി ഉറപ്പെട്ടാൽ ജനാബത്ത് ഉണ്ടാവില്ല, ഉദു മുറിയും. സ്വന്തം മനി ഉറപ്പെട്ട് അത് രണ്ടാമത് അകത്തേക്ക് തന്നെ പ്രവേശിപ്പിച്ചതിന് ശേഷം പുറത്ത് രണ്ടാമത് അത് തന്നെ വന്നാൽ അവിടെ രണ്ടാമത് ജനാബത്ത് ഉണ്ടാവില്ല, പിന്നെന്തേ ഉണ്ടാവുള്ളൂ? ഉദു മുറിയുള്ളൂ. അതെ. പിന്നെ ഉറഫു ഇനി മനി തിരിയാണ്ട് അവമാണല്ലോ ഇപ്പൊ തിരിയ. ആദ്യത്തിൽ ഇതിനെപ്പറ്റി ഒരു പരിചയം വിവരം കിട്ടുന്നതിന് മുമ്പ് ഇപ്പത്തെ കുട്ടികളൊക്കെ മുട്ടേന്ന് കണ്ട് വിരിഞ്ഞു വരുമ്പം തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടാ വരുന്നത്. പണ്ടുള്ള ആലുരാജിക്കാന്റെ ഇന്ത്യയൊക്കെ കാലത്തുള്ള ആ പഴയ മനുഷ്യന്മാർക്കാണ് ഇപ്പം അതിനൊക്കെ അടയാളം രേഖയും ലക്ഷണമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോഴേറ്റ് എന്നിട്ട് മുട്ടേന്ന് വിരിഞ്ഞു ചാടുമ്പോ തന്നെ ലൈംഗികമായ എല്ലാ വിഷയത്തിലും ഡോക്ടറേറ്റ് എടുത്തിട്ട് അവൾക്കതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം തിരിയും. എന്നാലും ആ പഴയ ആൾക്കാർ അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ എന്നുള്ളവർക്ക് എന്തോ ഒരു വസ്തു മുൻദ്വാരത്തിൽ പുറപ്പെട്ടെന്ന്. ഇതിപ്പോ എന്താ? മനിയാണോ, മതിയാണോ, അല്ല വതിയാണോ, അല്ലാതെ വല്ല വേറെ വല്ല പഴുപ്പോ മറ്റോ ആണോ? എന്താന്നൊരു തീരുമാനം ആക്കണ്ടേ? അങ്ങനെ വരുമ്പോ വയുറഫു മനിയിനെ തിരിച്ചറിയപ്പെടും ബി അഹദി ഹവാസിഹി സലാസി, മൂന്നിൽ ഏതെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ. മൂന്നും കൂടി ഉണ്ടായിക്കൂടായില്ല. ചിലപ്പോൾ 3 പ്രത്യേകത ഉണ്ടായി തരും, ചിലപ്പോൾ 2 ഉണ്ടായുള്ളൂ തരും, ചിലപ്പോൾ ഈപ്പെട്ട ഒറ്റ പ്രത്യേകത ഉണ്ടായാൽ മതി. ഈ 3ൽപ്പെട്ട ഏതെങ്കിലും ഒരടയാളം കണ്ടാൽ അത് മനിയാണെന്ന് വെക്കണം. ബാഹ്യമായി ഏകദേശം പഴുപ്പ് കണ്ടാലും മനി കണ്ടാലും മതി കണ്ടാലും വതി കണ്ടാലും ഒക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടാകുക. പക്ഷെ ഈ 3 അടയാളം അതിലും ഇല്ലെങ്കിൽ അത് മനിയല്ല. 3 കൂടി വേണമെന്നില്ല. 3ൽപ്പെട്ട ഏതെങ്കിലും 1, 2 ചിലപ്പോൾ 3 ഉണ്ടായാൽ മനിയാണെന്ന് വരും. എന്താ അടയാളം? ഒന്നാമത്തേത് മിൻ തലസ്സുസിൻ ബിഖുറൂജിഹി, പുറപ്പെടുന്നത് കൊണ്ടിട്ട് പ്രത്യേകം രസം അനുഭവപ്പെടും, ആനന്ദം അനുഭവപ്പെടും, അല്ലെങ്കിൽ സുഖം അനുഭവപ്പെടും. ഇതിപ്പോ ആണിനും പെണ്ണിനും ഉണ്ടാകുന്നതാ. ഇൻസാൽ സ്ഖലനം നടക്കുന്ന സമയത്ത് പ്രത്യേകമായ ഒരു അനുഭൂതി എന്നത് സാധാരണഗതിയിൽ ഉണ്ടാവാം. എന്നാൽ അത് ലാസിമല്ല. എപ്പോ മനിയ ഉറപ്പെട്ടാലും അതുകൊണ്ട് പ്രത്യേകമായ അനുഭൂതി, ആനന്ദം അനുഭവപ്പെട്ടുകൊള്ളണം എന്ന് നിർബന്ധമില്ല. മനിയ പുറപ്പെടുമ്പോൾ തലസ്സുസ് ഇല്ലാതെയും വരാം, പക്ഷെ അധികവും തലസ്സുസ് ഉണ്ടാവാറുണ്ട്. ഒരടയാളം അതാ. രണ്ടാമത്തേത് ഔതദഫുഖിൻ, അത് പുരുഷന്മാരുടെ തുള്ളിയായിട്ട് ഇങ്ങനെ തെറിച്ച് വരിക. മൂത്രം പോലെ ഒഴുകി വരില്ല, മറിച്ച് തെറിച്ച് തുള്ളിയായിട്ട് പുറത്തു വരിക. അത് സ്ത്രീകളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
പുരുഷന്മാരുടെ സ്ഖലനം സംഭവിക്കുമ്പോൾ തുള്ളികളായി തെറിച്ചു വരുന്നത് പോലെ സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ അവർക്ക് അറിയാം, സ്ഖലനം സംഭവിക്കുന്നത് അറിയാം. പക്ഷെ പുരുഷനെ പോലെ ഇങ്ങനെ തുള്ളിയായി തെറിച്ചു വരില്ല. അതാ പറഞ്ഞ് ഈ മൂന്നും കൂടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരടയാളം ഉണ്ടായാൽ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും മനിയാണെന്ന് നോക്കാം. മൂന്നാമത്തേത് രണ്ടരട്ടെ, മൂന്നാമത്തെ അടയാള ഇരട്ടടയാള. എന്താണ്? ഔ ജീഹി അജീനിൻ, ഗോതമ്പ് മാവ് കുഴച്ചു വെച്ചാൽ അതിനുണ്ടാവുന്നൊരു വാസന ഉണ്ട്. ആ വാസന ഉണ്ടാവുക എപ്പുറത്തുപൻ മനി പച്ച ഉണങ്ങണേന് മുമ്പ്. പച്ചക എന്ന് പറഞ്ഞാല് പച്ച നിറന്നല്ല, ഉണങ്ങാതെക്കുമ്പോന്ന്. അപ്പൊ പുറപ്പെട്ടു കഴിഞ്ഞ് എന്തോ ഒരു സാധനം പുറപ്പെട്ടു എന്ന് ഉറപ്പായി. തെറിച്ചൊന്നും പുറപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ച് എന്തില്ല താനും ഒരു ആനന്ദമോ അനുഭൂതിയോ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ അത് തൊട്ടിങ്ങനെ വാസനിച്ച് നോക്കുമ്പോൾ ശരിക്ക് ഗോതമ്പ് മാവ് കുഴച്ചു വെച്ച ഒരു വാസന ഉണ്ട്. എന്നാ മനിയ തന്നെയാണ്. ആ വാസന മാത്രം ഉണ്ടായാൽ മതി, എന്നാലും മനിയാണ്. പക്ഷെ ഈ വാസന എപ്പോഴേ ഉണ്ടാവുള്ളത്? ഉണങ്ങാതെ പച്ചയിക്കുമ്പോഴേ ഉള്ളൂ. ഓ ബയാവി ബൈറിൻ, കോഴിമുട്ടന്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളയുടെ വാസന ഉണ്ടാവും ജാഫൻ, ഉണങ്ങിയ മനിയാണെങ്കിൽ. വസ്ത്രത്തിലോ മറ്റോ പറ്റിപ്പിടിച്ച മനിയ് ഉണങ്ങിക്കിടക്കുന്നുണ്ട്. വാസനിച്ച് നോക്കുമ്പോ ഒരു കോഴിമുട്ടന്റെ വെള്ളയുടെ വാസന കാണുന്നു, എന്നാൽ അത് മനിയാണ്. അപ്പൊ രണ്ടാമൊരു വാസന, പച്ചയാവുമ്പം ഗോതമ്പ് മാവിന്റെ, ഉണങ്ങിയതാവുമ്പം മുട്ടവെള്ളയുടെ വാസന ഉണ്ടാകും. അപ്പൊ വാസന കൊണ്ടോ തെറിച്ചു പുറപ്പെടൽ കൊണ്ടോ പുറപ്പെടുമ്പോൾ പ്രത്യേകം രസം അനുഭവപ്പെടൽ കൊണ്ടോ മനിയാണെന്ന് അറിയാൻ കഴിയും. ഇത് മൂന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മനിയാണെന്ന് പറയാൻ കഴിയില്ല. ഇത് സംശയം ഉണ്ടാവാം. കാരണം എനിക്കറിയാം, ഞങ്ങൾ പണ്ട് പത്തിത്താവും എന്തിയൊക്കെ ഓതിന കാലത്ത് ഒന്നിച്ച് ഓതിന ഒരു ചങ്ങായി ഉണ്ടായിന്. ഞങ്ങൾ ഒന്നിച്ച് നാട്ടുകാരുട്ടമായിട്ട് ദർശപ്പോടെ. പിന്നെ ഞാൻ കുറച്ചു ദൂരം കൂടി അവിടെ മുന്നോട്ട് പോയി, അവന് നിർത്തുകയും ചെയ്തു. അങ്ങനെ പെണ്ണെട്ടിയ ആദ്യ കാലത്ത് എന്നോടൊരു ദിവസം, അന്ന് ഞാൻ ഒരു ചെറിയ കുട്ടി മോയാനാ, വന്നിട്ട് ഇവൻ ചോദിക്കുകയാണ്, എടാ കുളിച്ച് കുടുങ്ങിയല്ലോ ഇത്, എന്താണ് അത്രത്തോളം കുളിക്കാനെന്ന്? അടാ ചിലപ്പോ പെണ്ണുങ്ങളോട് എന്തെങ്കിലും തമാശ അറിയേ, അല്ലെങ്കിൽ ഓരോന്ന് തൊടേ, ചിലപ്പോ നല്ലോണം ഒരു താല്പര്യത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യുമ്പോക്ക് പുറപ്പെടുകടാ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ വരുന്നതാണ് മറ്റേ മതി എന്ന് പറയുന്ന സാധനമാണത്. കെട്ടിയ ആദ്യത്തിലൊക്കെ ഒരു കമ്പം കൂടുമല്ലോ പെണ്ണുങ്ങളോട്. അപ്പൊ ആ സമയത്തോളോട് നിങ്ങൾ തമാശ പറയേ, ഒന്ന് തൊടുകയെ ഒക്കെ ചെയ്യുമ്പോ ഈ മതി പുറപ്പെടും. അതും ഒരു കൊഴുപ്പുള്ള വെളുത്തൊരു വെള്ളം തന്നെയാണല്ലോ. അപ്പൊ ഈ സാധു മനസ്സിലാക്കിയതൊക്കെ മനിയാന്ന. ഇങ്ങനെ പുറപ്പെട്ടാ പിന്നെ കരികിനു പോകണമെന്ന് പോയിട്ട് കുളിക്കും. അതിന്റെ ശേഷം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ആകുമ്പോ പിന്നെയും പുറപ്പെട്ടാൽ അടുത്ത സ്കാരത്തിന് കുളിക്കുക. അതാ പറഞ്ഞ് കുളിച്ച് കുഴങ്ങിയല്ലടാ. അപ്പൊ എന്താന്ന് വെച്ചാൽ പണ്ട് 10 കിതാബ് ഓതിയതിന്റെ ശേഷം എന്തോ ചോദ്യമാണ്. അതിന്റെ ശേഷം പിന്നെ അവിടെ പോയിട്ടില്ല. ഈ അന്നൊന്നും ഇപ്പത്തേക്കുള്ള ഈ വ്യാപകമായ ക്ലാസും സൗകര്യങ്ങളും ഒന്നും ഇല്ലാണല്ലോ. ഇനി കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഉസ്താദന്മാർക്ക് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഈ പച്ച മലയാളത്തിൽ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയില്ല. അപ്പൊ ചിലതൊന്നും മനസ്സിലാവൂല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വന്ന് ഇങ്ങനെ ഒരു സാധനം കണ്ടു. ഇതിപ്പോ മനിയാണോ അതെല്ലാം മതിയാണോ എന്നൊരു സംശയം. ഇങ്ങനെ സംശയം വന്നാൽ അതിനാണ് ഇപ്പൊ ഇത്. അല്ലാതെ ഇങ്ങനെ മനിയിന്റെ സിഫാത്തുകൾ അള്ളാന്റെ 20 സിഫത്ത് കാണാപാഠം പഠിച്ച പോലെ മനിയിന്റെ 3 സിഫത്ത് കാണാപാഠം പഠിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, മനസ്സിലായില്ലേ? മനിയിന്റെ 3 സിഫത്ത് ചൊല്ലി പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനൊരു സംശയം വരുന്ന സാഹചര്യത്തിൽ ഇത് മനിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഈ 3-ൽ ഒരു ലക്ഷണമുണ്ടോ എന്ന് നോക്കി. 3-ൽപ്പെട്ട ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ മതി, അത് മനിയാണെന്ന് വെക്കും. അതോടുകൂടി അവൻ ജനാപത്തുകാരനാണെന്ന് വിധി വരും. ഈ 3 വിശേഷണങ്ങളും ഇല്ല. വാസന കൊണ്ടറിയുന്നില്ല, തെറിച്ചു പുറപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ പ്രത്യേക അനുഭൂതി ആ സമയത്ത് അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ അത് മനിയല്ല മതിയാണെന്ന് വെക്കുകയും ചെയ്യാം. ഇതാണ് ആവശ്യം. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ, ഒരു സംശയം വരുമ്പം പ്രശ്നത്തിനൊരു പരിഹാരമാണല്ലോ. അതിന് ആ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് 3 കൂടി ഉണ്ടായിക്കൊള്ളുന്നില്ല എന്ന് പറയാൻ കാരണം അത് ആണിനും പെണ്ണിനും ഉണ്ടല്ലോ വലിയുറപ്പെടുക സംഗതി. പക്ഷെ പെണ്ണിന്റെ ഇതിൽ പലപ്പോഴും ആണിനെ പോലെ ഈ പറഞ്ഞ പല ഗുണങ്ങളും കണ്ടുകൊള്ളണം എന്നില്ല. പുറപ്പെടുന്ന സമയത്തുണ്ടാവുന്ന പ്രത്യേക അനുഭൂതി മാത്രമേ ഉണ്ടായെന്ന് വരികയുള്ളൂ. 10 റായ് 10.
റത്ബൻ വയാബിസ എന്നാ പറയാ. റത്ബൻ വയാബിസ. ഫൈൻ ഫുഖിദത് ഹാദിഹിൽ ഖവാസു. ഇനി ഈ 3 പ്രത്യേകതകളും ഇല്ലാതായാൽ, ഈ വാസനയില്ല, ഈ തെറിച്ചു പുറപ്പെട്ടിട്ടുമില്ല, പ്രത്യേക രസം അനുഭവപ്പെട്ടില്ലെങ്കിൽ കുഴിയുജുമില്ല. കുഴിയുജുമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് എന്തെല്ലാന്ന്? മനിയല്ലാന്ന്. അതെ. പക്ഷേ ഇതിപ്പോ വ്യക്തമായോർത്തുള്ള കഥയാണ്. ഇത് ഒന്നുമില്ല എന്ന് ഉറപ്പാണ്, എന്നാ പിന്നെ കുളിക്കണ്ട. 3 നാളൊന്നും ഉണ്ട് എന്ന് ഉറപ്പാണ്, എന്നാ കുളിക്കും വേണം. ഇനി ഉറപ്പിങ്ങോട്ട് പോരാ. മനസ്സിലായില്ലേ? ഒരു അഞ്ഞൊരു രസമൊക്കെ എപ്പോ ഉണ്ടായിന്, ഇത് പുറപ്പെട്ടപ്പോ ഉണ്ടായിന്. ഒരു പറയത്തക്ക ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ലൈംഗികമായ ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ മതിയും പുറപ്പെടുന്നത്. അപ്പൊ പിന്നെ തോന്നി എന്തോ ഒരു സുഖം കിട്ടീന്. ഇപ്പൊ മനി തന്നെയാണോ? ആണെന്നും ഉറപ്പില്ല, അല്ലെന്ന് പറയാനും ധൈര്യം പോരാ. കാരണം ഇത് 3 കൂടി ഏതായാലും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ, ഏതെങ്കിലും ഒന്നുണ്ടായ പോലെ. അങ്ങനെ വന്ന് ലൂഷൊക്കെ ഒരാൾക്ക് സംശയം ധരിച്ചു. ഫീസയിൽ ഇങ്ങനെ പുറപ്പെട്ട വസ്തുവിനെ സംബന്ധിച്ച് ഇവന്റെ ഒന്നുകാലത്തിൽ നിന്ന് ഒരു സാധനം പുറപ്പെട്ടു, അതിനെ പറ്റിയിട്ട് ഇവന് സംശയം. എന്താ സംശയം? ആ മനിയൻ ഹുവ, പുറപ്പെട്ട വസ്തു മനി തന്നെയോ ഔ മതിയുൻ അല്ല മതിയോ എന്ന് സംശയം. മതി എന്ന് പറയുന്നതിന് മതജലം എന്നാണ് സാധാരണ പരിഭാഷ മലയാളത്തിൽ കൊടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മതവുമായി ബന്ധപ്പെട്ട ഒരു തരം പ്രത്യേകത്തിലുള്ള ഒരു ദ്രാവകം നടത്തും. അപ്പൊ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് അതുണ്ടാകുക. ശവത്ത് അഥവാ ലൈംഗികാരത്തിന്റെ തുടക്കത്തിൽ, പ്രാരംഭത്തിൽ അത്തരം കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഇടപഴകുകയോ ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ അതുണ്ടാകുന്നത്. അപ്പൊ ഒരു സംശയം, മനിയാണോപ്പത്? അതല്ല, വെറും സംശയമല്ല, ഇതിൽപ്പെട്ട എന്തോ ഒരു ലക്ഷണം ഉണ്ടായോ എന്ന് പറഞ്ഞ സംശയമായി. എങ്കിൽ തഹയ്യറ, രണ്ടും അവന് ഉറപ്പില്ല. ഈ 3-4 ഗുണങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പില്ല, സംശയമുണ്ട്. 3 ഉണ്ടായിട്ടില്ല എന്നും ഉറപ്പില്ല, ഉണ്ടായതെന്നും ഉറപ്പില്ല. അങ്ങനെ വന്ന് സംശയാലുവാണെങ്കിൽ രണ്ടാലൊന്ന് തീരുമാനിക്കാൻ അവര് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വലോബി തശഹി, അത് വെറും അവന്റെ തശഹിയാണ് എന്ന് പറഞ്ഞാൽ ഓനങ്ങനെ തോന്നിയെന്ന്, എനിക്കങ്ങനെയാണ് തോന്നിയെന്ന് അറിയില്ല. ആ തോണിയെന്നാ ഞങ്ങൾ മലപ്പുറത്ത് വരെ അറിയാം. തോണി അറിയും. കിച്ചിരിക്കാർ എന്നോട് ചോദിച്ചാൽ അറിയാം. എനിക്കങ്ങനെ തോണിയായിരുന്നു. തോണി എന്ന് പറഞ്ഞാൽ വള്ളം അല്ലട്ടോ, തോന്നി എന്നതിന് താഴത്തും കൂടി പുള്ളിട്ടു, അപ്പൊ തോണിയുമായി. അങ്ങനെയാണ് പഴയ മലപ്പുറത്തുകാരുടെ ഭാഷ. എനിക്കങ്ങനെ തോണിയും, അങ്ങനെ തോണി അരച്ചോട്ടെ, വെറും തോന്നി എന്നല്ല, പ്രത്യേകിച്ച് തെളിവൊന്നും ഉണ്ടായിട്ടല്ല. ഫൈൻ സാധാരണ അതിന്റെ ഭയാൻ തന്നെ, വിശദീകരണം തന്നെ. ഫൈൻ ഷാജാലഹു മനിയൻ, അത് മനിയാണെന്ന് തീരുമാനിക്കുക, ആക്കുക എന്നല്ല. മനിയാക്കുക എന്നല്ല, മനിയാണ് എന്നവന് തീരുമാനമെടുക്കുക എന്നർത്ഥം. അങ്ങനെ വന്നാൽ ഓത്തസല ജനാബത്ത് വിളിക്കണം. പക്ഷേ വസ്ത്രത്തിലോ ശരീരത്തിലോ ആയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ ഉജൂബില്ല, കാരണം മനസ്സല്ലല്ലോ മനി. ഇനി അതല്ലെങ്കിൽ ഔ മതിയൻ, തഹിയറ എന്ന് പറഞ്ഞാൽ ഹിയാർ ചെയ്യാം, ഓന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് അർത്ഥം. ഔ മതിയൻ, അതല്ലെങ്കിൽ എന്താണ് തീരുമാനിക്കുക? ഈ പുറപ്പെട്ട വസ്തു മതിയാണ് എന്ന് തീരുമാനിക്കുക. ഈസിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചോ. അവിടെ ആലുരാജി എന്റെ ഇടയ്ക്ക് ചിലപ്പോ അവിടെ ടെസ്റ്റ് അടിക്കോ, ഇത് ഞാൻ കണ്ടാ പറ്റുകയാണെങ്കിൽ കൂട്ടത്തിൽ അതാണെന്ന് ഉണർത്താതെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് അടിച്ചോൽക്ക് അറിയും ചെയ്യുമല്ലോ. മനസ്സിലായില്ലേ? മതിയാണെന്ന് വെച്ചാൽ പിന്നെ എന്ത് വേണം? ഉദു ഉണ്ടെങ്കിൽ ഉദു മുടിയും. ഇത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴിയണം. അത് അവസരവും പറഞ്ഞ് ഒത്തവല്ല. ഉദു എടുക്കണം നേരം ഉദു ഉണ്ടായിരുന്നെങ്കിൽ മുറിയൂന്ന്, അപ്പൊ ഉദു എടുക്കേണ്ടി വരും. പിന്നെ കഴിക്കണം നല്ലത് നജസാണ്. അപ്പൊ ജനാബത്ത് മതിയാണെന്ന് വെച്ചാൽ നജസല്ല, കൈകൾ ഉജൂബില്ല, കുളി ഉജൂബാവും. മതിയാണെന്ന് വെച്ചാൽ കുളിക്കൽ ഉജൂബില്ല, പിന്നെന്തു വേണം? കഴുകണം, ഉദു വേണം. ഇങ്ങനെ. ഇനി അങ്ങനെയല്ല. വലൂർ ഒരാൾ കണ്ടു മനിയൻ, കണ്ടത് മനിയന്നെ. എങ്ങനത്തെ മനിയാണ്? മുജഫഫൻ, ഉണക്കപ്പെട്ട് അല്ല ഉണങ്ങിയത്, ജാഫായത് എന്നർത്ഥം. വലിയൻ ജാഫൻ, ഉണങ്ങിയ വലിയ കണ്ടു. എവിടെ കണ്ടു? ഫീ നഹബി സൗബിഹി, ഒരു വ്യക്തി അവന്റെ വസ്ത്രം പോലത്തതിന്, പോലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓൻ കിടക്കുന്ന പിരിപ്പ്, പുതക്കുന്ന പുതപ്പ് പോലത്തൊക്കെ പെട്ട്, അതാ പോലത്ത് തന്നെ. ഉടുത്ത തുണിയിലോ പുതച്ച പുതപ്പിലോ പിരിച്ച പിരിപ്പിലോ മനി ഉണങ്ങി കിടക്കുന്നത് കണ്ടു.
പക്ഷേ ജനാപത്തുണ്ടായതായിട്ടോ അതല്ലെങ്കിൽ സ്ഖലനം രാത്രി സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടോ ഒന്നും ഓർമ്മല്ല. പക്ഷെ സംഗതി കാണുന്നുണ്ട്. പക്ഷെ ഓൻ തന്നെ ഇത് കിടക്കലുള്ളൂ, വേറെ ആരും കിടക്കലില്ല, ആ റൂമിൽ വേറെ ആരും ഉപയോഗിക്കലില്ല. അങ്ങനെ വരുമ്പോഴാണ് കുളി വുജൂബാകും. അപ്പോ സ്വപ്നം കണ്ടതോ സ്ഖലനം സംഭവിച്ചതൊന്നും ഓർമ്മല്ല. എങ്കിലും താൻ ഉടുക്കുകയോ പുതക്കുകയോ പിരിക്കുകയോ ചെയ്ത വസ്ത്രത്തിൽ മനിയുണ്ടെന്ന് ഉറപ്പ്. അപ്പൊ പിന്നെ വേറെ ആൾ ഉപയോഗിക്കാത്ത വസ്തു മനി കണ്ട ഓർമ്മയില്ലാതെ ഇക്കാലം പുറപ്പെട്ടത്, അങ്ങനെ വരാലോ. അതുകൊണ്ട് കുളിക്കൽ വുജൂബാണ്. കുളിക്കൽ വുജൂബാന്ന് മാത്രമല്ല, വയ്യാദത്തു കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരവും മടക്കൽ വുജൂബാണ്. എങ്ങനത്തെ എല്ലാ നിസ്കാരവുമാണ്? തയക്കനഹ, ആ നിസ്കാരത്തെ അവൻ ഉറപ്പായിട്ടും മനസ്സിലുണ്ട്. ബാദഹു, ഈ പുറപ്പെട്ടതിന് ശേഷമാണ് എന്ന് ഉറപ്പുള്ള, ഇനി അതിന്റെ ശേഷം ആവൂലെന്ന് ഉറപ്പ്. അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ശെക്കുള്ള സുന്നത്തുണ്ടെന്ന് പറയും. അവിടെ പറഞ്ഞിട്ടില്ല. ഒരാള് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് വരിക, രാത്രി കിടക്കാൻ വേണ്ടി വന്ന് പിരിപ്പൊന്ന് തട്ടി പിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കിടന്ന പിരിപ്പിലുണ്ട് മനിയും ഉണങ്ങി പിടിച്ചു കിടക്കുന്ന. ഇവിടെ ഇന്നലെ രാത്രി ആ പിരിപ്പിൽ കിടന്നിട ഉറപ്പല്ലേ. ഇന്ന് ഉച്ചക്ക് വുളുസ്കരിച്ച് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം കുറച്ചൊരു അരമണിക്കൂർ അപ്പവും കിടന്നിരുന്നു. ഇത് രാത്രി പുറപ്പെട്ടതാണോ? എന്നാ ഇന്ന് പൈസ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ കിടക്കാൻ വരുന്നത്. എന്നാ സുബിയും നൂറും അസറും മഗ്‌രിബും ഇശാവും ഒക്കെ നടക്കണം, കുളിച്ചാലും പോരാ. എന്നാൽ ഉച്ചക്ക് ഒരു അരമണിക്കൂർ കിടന്നതാണ് നൂറിന് ശേഷം. എന്നാൽ രാത്രിയാവാൻ സാധ്യതയുണ്ടെങ്കിലും ചുരുങ്ങിയത് നൂറിന്റെ ശേഷം കിടന്നപ്പോഴാണ്. അതിന്റെ ഇങ്ങോട്ട് പിന്നെ അവിടെ കിടന്നിട്ട് അതിനുള്ള ഉറപ്പ്. എന്നാൽ അസർ മഗ്‌രിബ് ഇശായി എന്നിവ മടക്കിയേ പറ്റൂ. അതാണ് അതിന്റെ ശേഷമാകാൻ പറ്റാത്തവർക്ക് യഖീനുള്ളത് പറഞ്ഞു. അതേ സമയത്ത് സുബഹിയും നൂറും മടക്കൽ സുന്നത്താ. അത് കാരണം എന്താ? ചിലപ്പോൾ ഇന്നലെ രാത്രിയാവാം ഈ സംഭവിച്ചത്. എന്നാൽ ഇന്നത്തെ സുബഹി മുതൽക്കുള്ള 5 വക്തും മടക്കണല്ലോ. അതല്ല ഇന്നത്തെ നൂറിന് ശേഷമാണ് സംഭവിച്ചതെങ്കിലോ അപ്പൊ നൂറും സുബഹിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അസറും മഗ്‌രിബും ഇശാവും യഖീനുള്ളതാണ്, അത് എന്തായാലും മടക്കണം. ളുഹറും സുബഹിയും മടക്കൽ നല്ലതാണ്. കാരണം ഉച്ചക്ക് ആയിക്കോളണമെന്നില്ലല്ലോ, ഇന്നലെ രാത്രിയും ആയിക്കൂടായല്ലോ. രാത്രിയാണെങ്കിൽ സുബഹിയും ളുഹറും കൂടി ജനാബത്തോട് നിസ്കരിച്ചില്ലേ. അതാണ് യഖീനുള്ളത് മടക്കൽ വുജൂബാണ്. എഹ്തിമാലുള്ളത് എന്താണ്? മടക്കൽ സുന്നത്തുമാണ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് അതിന്റെ ആശയങ്ങളിലൊക്കെ ഉണ്ട്. എഹ്തിമാലുള്ളത് അതായത് സുബഹി മുതൽക്ക് സുബഹിയും നൂറും മടക്കൽ സുന്നത്താ. കാരണം രാത്രി ആയിരിക്കാണെങ്കിൽ സുബഹി എന്നെ ജനാബത്തോടു കൂടിയാണല്ലോ നിസ്കരിച്ചിരിക്കുക. പക്ഷെ ഇങ്ങനെ സാധ്യതയുള്ളവർ മുതൽ ഉള്ളത് മടക്കൽ സുന്നത്തും അതിന്റെ ശേഷം ആവാൻ സാധ്യതയില്ലാത്തവരൊക്കെയുള്ളത് മടക്കൽ വുജൂബുമാണ് പറഞ്ഞല്ലോ. ഇത് എപ്പോഴാണ് ഈ വുജൂബ്? മാലം യഹ്തമിൽ ആദത്തൻ, സാധാരണഗതിയിൽ സാധ്യതയില്ലാതിരിക്കുമ്പോൾ, കൗനുഹു മിൻ ഗൈരിഹി, ഈ മനി പുറപ്പെട്ടത് മറ്റൊരാളിൽ നിന്നിട്ടാവാൻ സാധ്യതയില്ലാത്തയിടത്താണ്. എന്ന് പറഞ്ഞാല് ഇപ്പോ ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ഒരു റൂമിൽ 3 4 ആളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കട്ടിലാണെങ്കിലും അവിടെ ഒരു സ്വഭാവമുണ്ട്. പലരും വരും ഒഴിഞ്ഞു കിടക്കാവുന്ന കട്ടിലുകളൊക്കെ കയറി കിടക്കും. അങ്ങനെ സ്വഭാവം അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ ഉണ്ടാവും അങ്ങോട്ടും നോക്കൂല അങ്ങോട്ടും നോക്കൂല, അങ്ങനെ ഇത് വേണമൊക്കെ. അങ്ങനത്തെ ആരും കയറൂല. ചില ആളുകളുടെ എല്ലാവരോടും സോഷ്യലായിട്ട് പെരുമാറുന്നത്. അപ്പൊ അങ്ങനത്തെ മറ്റോനും വന്ന് കിടക്കും, ഇവനും വന്ന് കിടക്കും, മറ്റോനും വന്ന് കിടക്കും. അങ്ങനെയൊക്കെയാണ്. ഇവന്റേതാണ് കട്ടിലെങ്കിലും എങ്കിൽ അവിടെ വുജൂബ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവന്റെ അടുത്തൊന്നും ആവാം, അല്ലാതെ മറ്റുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ കിടന്നിട്ടുണ്ടാവും. അങ്ങനെ സാധാരണഗതിയിലുണ്ട്. എന്നാൽ അവരിൽ നിന്നിട്ടും ആവാമല്ലോ. അപ്പോൾ വുജൂബില്ല, സുന്നത്തേ ഉള്ളൂ. എന്നാലും അവിടെ സുന്നത്തുണ്ട്. വസാനീഹ, ആരാൾ കയ്യൊന്നിച്ച് നമ്മളെങ്കിൽ ഉടനെ അറിയിക്കണം. ലൈവ് എപ്പോ വരുന്നോ അപ്പോൾ നിർത്തും. അതുവരെയുള്ള പരിപാടിയുള്ളൂ. ഒരു ആളിങ്ങനെ കൈവന്തിച്ച് നിൽക്കുന്നുണ്ട്. ചിലപ്പോഴാണെങ്കിൽ മേപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് കൈവന്തിച്ചതാണോ അതല്ല ലൈവ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈവന്തിച്ചതാണോ എന്നൊന്നും അറിയില്ല. ലൈവ് ആണെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട ലൈവാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ആദ്യം മുതൽ തന്നെ കിട്ടും വേണം. അപ്പൊ അത് തുടങ്ങുന്ന വരെയുള്ള ദിവസമുള്ളൂ. അപ്പൊ അതിന്റെ ആളുകൾ ആരാന്ന് വെച്ചാൽ അവര് പെട്ടെന്ന്
എന്താക്കണം? കൈപൊക്കണം. അത് മേപ്പിട്ട് മുകളിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കൈവൊക്കെയാകും ആവാമോ നമ്മളോ കുറ്റം പറഞ്ഞിട്ട് അറിയില്ല. അങ്ങനെ ഇരിക്കാം. ഓക്കെ. വസാനിയ രണ്ടാമത്തെ സംഭവം ഇത് മൂജിബ്. 4 കാര്യങ്ങളെ കൊണ്ടാണ് കുളി ചുമന്ന് പറഞ്ഞത്. അതിപ്പോ ഒന്നാമത്തത് മനിയ പുറപ്പെടുക. വസാനിയ രണ്ടാമത്തേത് ദുഹൂൽ ഹശ്ഫത്തിൻ ഫർജൻ എന്ന രണ്ടാമത്തെ സംയോഗം. അങ്ങനെയാണ് എളുപ്പത്തില്. ഷമീമ ആയിക്കോട്ടെ, ഷമീമിനാണെങ്കിൽ നമുക്ക് കണ്ടാലറിയല്ലോ. ഓക്കെ, ഷമീമ വരുമ്പോ നമുക്ക് നിർത്താം. രണ്ടാമത്തേത് സംയോഗം ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ പറയാൻ നല്ലത്. എന്നാ പിന്നെ അത് ഫിഖ്ഹ് പറയുമ്പോന്നുണ്ടോ അവർക്ക് വളരെ സൂക്ഷ്മമായും കൃത്യമായും കാര്യങ്ങൾ പറയും. അപ്പൊ എന്തിനപ്പൊ അങ്ങനെയൊക്കെ പറയണെന്നാരും സംശയിക്കേണ്ട. മുടിദാര് കീറിക്കൊണ്ടുള്ള നിയമ ചർച്ചയാണ് ഫിഖ്ഹ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിരിക്കും ഫുഖഹാന്റെ ഓരോ പ്രയോഗങ്ങളും. അതിന് നമ്മൾ അസ്വസ്ഥതയൊന്നും കാട്ടിയിട്ട് കാര്യമില്ല. അത് അവരങ്ങനെ പറയണം. ഓക്കെ. ദുഹൂലു ഹശ്ഫത്തിൻ ലിംഗശിരസ് പ്രവേശിക്കലാണ്. ഹഷ്ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പുരുഷന്മാരുടെ മാർക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെട്ട് ആ തല ഭാഗം ഉണ്ടല്ലോ, അതിനാണ് ഹഷ്ഫ എന്ന് പറയുന്നത്. ഈ മാർക്കം ചെയ്യേണ്ട ആ അതിർത്തി വരെയുള്ള സ്ഥലത്തിനാണ് ഹഷ്ഫ അറിയാം. അത് പ്രവേശിക്കുക ഉള്ളവർക്ക്. ഔ ഖദ്റുഹ അല്ലെങ്കിൽ ഏകദേശം അത്ര, ഈ ഹഷ്ഫയുടെ അത്രയും വലിപ്പത്തിൽ പ്രവേശിക്കുക. അതായത് മിൻ ഫാഖിദിഹ. ഹഷ്ഫ ഇല്ലൊരാൾക്ക് അള്ള പഠിച്ചപ്പോ തന്നെ അങ്ങനെ പഠിച്ച് പ്രത്യേകിച്ച് അതിനൊരു മുറിക്കാൻ പറ്റുന്ന ഒരു തൊലിയില്ല. ആദ്യം തന്നെ അങ്ങനെ ഒരു ചുരുട്ടും കുറ്റിയോലെയാണ് ഓന്റെ അള്ളാഹത്തോടെ പഠിച്ച്. അതല്ലെങ്കിൽ ഒസാൻ ഒന്ന് ശ്രദ്ധ വിട്ട് തൊലി മുറിച്ചപ്പോ ആകെ സാമൂലം മുറിഞ്ഞു പോയി. അങ്ങനെയും വരാതെ പോയി. സാമൂലം മുറിഞ്ഞ് പഠിച്ചപ്പോ ഹഷ്ഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒസാൻ കൈകാര്യം ചെയ്തപ്പോ എന്തായിപ്പോയി? അതിന്റെ തലഭാഗമാണ് പോയി. അപ്പോ ഹഷ്ഫില്ലാതായല്ലോ. എന്നാലും വേണ്ടിയില്ല. അങ്ങനെ ഇല്ലാത്ത ആൾക്ക് അതിന്റെ കതിർ, ഉള്ള ആളതിന്റെ കതിർ പ്രവേശിച്ചാൽ ഇപ്പൊ ഡോക്ടർമാരെ വല്ലതും പേടിക്കണം. ഒസാമാരായിരുന്ന കാലത്ത് അങ്ങനെയൊന്നും പേടിക്കാതെ. കാരണം അവര് നല്ല വിദഗ്ധരായിരുന്നു. ഇപ്പോ 3 വട്ടമൊക്കെ കഴിച്ചു തുന്നിയിട്ടും ശരിയാകാത്ത കേസുകൾ വരെ ചില വിദഗ്ധരല്ലാത്ത ഡോക്ടർമാർ കുട്ടികളെ ചേലാകർമ്മം ചെയ്തിട്ട് വരുത്തുന്നുണ്ട്. അള്ളാഹു തആല കാക്കട്ടെ. ഏതായാലും ഹഷ്ഫ ഉള്ള ആളിന് തല മടക്കി പിടിച്ചുകൊണ്ട് നടുവിൽ ഇത്രയും സ്ഥലം പ്രവേശിപ്പിച്ചാൽ അതുകൊണ്ട് ജനാപത്തും ഉണ്ടാവില്ലാന്ന്, കുളിയും പോലാണ്. അതന്നെ ഇപ്പൊ അതിനാണ് പര്യാപ്തം പറയുന്നതിന് എനിക്ക് പേര് മടിയൊന്നുമില്ല. അതന്നെ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ഹഷ്ഫ ഇല്ലാത്ത ആള് അത്രയും കതിർ പ്രവേശിപ്പിച്ചാൽ കുളിയുജു പോകും. ഹഷ്ഫ ഉള്ള ആള് ഹഷ്ഫ ഇല്ലാതെ ബാക്കി ഭാഗത്തിൽ നിന്നിട്ട് ഹഷ്ഫന്റെ അത്ര കതിർ പ്രവേശിപ്പിച്ചാലോ അങ്ങനെ വന്നാൽ കുളി വിരൂപില്ല അല്ലോ. വലു കാലത്ത് ഈ പ്രവേശിച്ച ഹഷ്ഫ ആയിരുന്നാലും കുളി വിരൂപവും. എന്തിനാ കൊണ്ട്? മിൻ ദക്കരിൻ മഖ്തുഇൻ, ശരീരത്തിൽ നിന്നും മുറിച്ചിടപ്പെട്ട ലിംഗം കൊണ്ടാണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ലൈംഗികാവയം, പുരുഷന്റെ ലൈംഗികാവയം മുറിച്ചെടുത്തു. ആ മുറിച്ചെടുത്ത ഈ അവയവത്തിന്റെ ഹഷ്ഫ പ്രവേശിപ്പിച്ചാലും കുളി വിരൂപവും. അപ്പൊ അത് ശരീരത്തിലുണ്ടോ ഇല്ലേ എന്നല്ല നോട്ടം. ഈ ലിംഗം എന്ന് പറയാൻ പറ്റുന്ന നിനക്ക് സാധനം ഉണ്ടോ, എന്നിട്ട് അതിന്റെ ഈ അശ്വന്റെ അത്രയും കതിർ പ്രവേശിച്ചോ എന്നാൽ കുളി വിരൂപവും. പക്ഷെ ആർക്കാ കുളി വിരൂപം? പൊളിച്ചെടുത്തത് ഈ മുറിക്കപ്പെട്ട ഓരോ സാധനം പോയി. ഇനി പിന്നെ ഓൻ കുളിക്കുമ്പോണെന്ന് അങ്ങനെയല്ല, ഓനല്ല കുളിക്കണ്ടേ. ആരെയിലാ പ്രവേശിച്ചാൽ ഓനാ കുളിക്കണ്ടേ, അല്ലാതെ ഇവന്റെ തടിമല ഇല്ലല്ലോ. മനസ്സിലായില്ലേ? ഔദിൻ ബഹീമത്തിൻ, അല്ലെങ്കിൽ ഇനിയിപ്പോ ആഹൃതമാനാണ്. ആഹൃതമാനിൽ മൃഗങ്ങളെ കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ലൈംഗിക ആവശ്യം നിറവേറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറുകാരികളുടെ സന്തത സഹചാരികളായിട്ട് നല്ല വളർത്തു പട്ടികൾ, വളർത്തു നായ്ക്കൾ ഉണ്ടാവും. അവരെ കൊണ്ട് ചൊറുക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ലൈംഗിക ആവശ്യം നിർവഹിക്കാനും ഈ പട്ടികളെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഇടയിലും ശക്തിയായി കടന്നു വരുന്നുണ്ട്. അങ്ങനെ വല്ലാതെ ഇടവഴകി ജീവിച്ച ഒരു പട്ടിയുടെ ലൈംഗിക അവയവമാണ്
പ്രവേശിച്ചത്, എന്നാലും എന്ത് തന്നെ ജനാപത്തുണ്ടാവും, കുളി വിജൂബാവും. പട്ടിക്കല്ല, അത് പ്രവേശിപ്പിക്കപ്പെട്ട മനസ്സിലായി. പട്ടി എന്തിനാ വിളിക്കുന്നത്? പട്ടി ആദ്യം തന്നെ അതിനനുസരിച്ച് സാന്നിപ്പോ കുളിക്കാത്ത കുറവാ. ഔ മയ്യിത്തിൻ, അതല്ലെങ്കിൽ ഒരു ഹമുക്ക്, ഒരു മരിച്ച മയ്യത്ത്, ഒരു സ്ത്രീ മരിച്ചു, ആ മരിച്ച മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്തിലാണ് തന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത്, എന്നാലും അവനെ ഉള്ളി വിജൂബാവും. മനസ്സിലായില്ലേ? പക്ഷെ മയ്യത്ത് വിളിക്കണ്ട. ഇതുപോലെ പട്ടിന്റെ പ്രവേശിപ്പിച്ച പട്ടി വിളിക്കണ്ട, പ്രവേശിപ്പിക്കപ്പെട്ടവള് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലേ. എന്നേലും ഒരു മയ്യത്തിൽ പ്രവേശിപ്പിച്ചാൽ മയ്യത്ത് വിളിക്കണ്ട. മയ്യത്ത് ആദ്യം കുളിപ്പിച്ചതോടുകൂടി അത് കഴിഞ്ഞു. ഇതിന് തക്ലീഫില്ലല്ലോ. ഇങ്ങനെ ഹശ്വയോ ഹശ്വ ഇല്ലാത്തവർക്ക് ഹശ്വയുടെ അത്രയും സ്ഥലമോ പ്രവേശിക്കുക. എവിടെ പ്രവേശിക്കുക? ഫർജൻ, ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിക്കുക. ഫർജ് എന്ന് പറയുന്നത് മുൻദ്വാരത്തിലും പറയും പിൻദ്വാരത്തിലും പറയും, ആണിന്റെയും പറയും പെണ്ണിന്റെയും പറയും. അത് പെണ്ണിന്റെയും മാത്രം പറയുന്ന പേരാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടാണ് ഫർജൻ എന്ന് ആമായിട്ട് പറഞ്ഞത്. കുബുരൻ ഔ ദുബുറൻ. കണ്ടോ, ഫർജ് എന്ന് പറഞ്ഞാൽ മുൻദ്വാരത്തിനും ഫർജ് എന്ന് പറയും, ദുബുർ പിൻദ്വാരത്തിനും എന്ത് പറയും? ഫർജ് എന്ന് പറയും. അത് പുരുഷന്റെ ബിന്ദുവാരായാലും സ്ത്രീയുടെ ബിന്ദുവാരായാലും മുൻദ്വാരായാലും ഒക്കെ കണക്കാണ്, കുളി വുജൂബാവും. എന്നല്ല വലൗലി ബഹീമത്തിൻ, ഈ ഫർജ് ഒരു മൃഗത്തിൻ്റെതാണ്. മൃഗത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ പശുവിനെ, ഗർഭമുള്ള പശുവിനെ പുറത്ത് ആരെന്ന് വെച്ചുകൊണ്ടയച്ചു തെങ്ങുമ്മ കെട്ടിയിട്ട് ജിനാ ചെയ്തിട്ട് കൊന്നില്ലേ ഇതിന്റെ ഇടക്ക് നമ്മളെ മലയാളം നാട്ടിൽ. എന്നാലും ആ ഹമുക്ക് കുളിക്കണമെന്ന് അതാ പറഞ്ഞ്. ഇവന്റെ ലിംഗം പ്രവേശിച്ചത് ഒരു മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്താണെങ്കിലും ഇവൻ കുളിക്കണം, പശു കുളിക്കണമെന്നില്ല. അത് കണ്ടാ വലിയ ശെഹ്വത്ത് തോന്നുന്നു ആയിക്കോളണമെന്നില്ല. ഏതുപോലൊക്കെ സമക്കത്തിൻ അങ്ങനെ പറയാൻ കാരണം അത് നല്ല മനസ്സിലാക്കണം. ബാക്കി എന്തൊക്കെ ഉണ്ടായിട്ട് അവര് സമക്കത്ത് പറഞ്ഞ് ഒരു വലിയ പെണ്ണ് മത്സ്യത്തിനെ കിട്ടി. ആ മത്സ്യത്തിന്റെ ഫർജിലാണ് ഒരു ഹമുക്ക് കുടിച്ച ചങ്ങായി അവന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത് എന്ന് പറയാൻ കാരണം മത്സ്യത്തിന്റെ ലൈംഗിക അവയവം ഒന്നും കണ്ടാൽ ശൈവത്തുണ്ടാകുക എന്ന് പറയുന്നത് സാധാരണ നാൽക്കാലിക്കും കൂടി ഉണ്ടാവില്ല, എന്നിട്ടല്ലേ മനുഷ്യന്. എന്നാലും സാധാരണ ശൈവത്തുണ്ടാവൂലെങ്കിൽ പോലും ഒരു ഹമുക്ക് പിടിച്ച ചങ്ങാതി അവന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത് ഇങ്ങനെ ഒരു മത്സ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്ത്. ആ മത്സ്യത്തിൽ മനുഷ്യനെ പോലെ സുന്ദരികളുണ്ട്, ജലകന്യക എന്ന പേരിലൊന്നും ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു റസൂലുള്ളാഹിലും ഉണ്ടാവാം, അതല്ല പറയുന്നത്. അല്ലാത്ത വലിയൊരു സ്രാവിനെ പിടിച്ചു, അതിനിപ്പെട്ട വെറുതെ ഒരു ഓട്ടയുണ്ടാവുള്ളൂ. ഒരു ചങ്ങായിക്ക് അയിമലാ കമ്പം തോന്നിയ, എന്നിട്ട് അവന്റെ ലൈംഗിക അവയവം അതിൽ പ്രവേശിപ്പിച്ചാലും കുളി വിജുബാവും. അതുപോലെ തന്നെ മയ്യത്തിൻ, മയ്യത്ത് ഏതൊരാൾക്കും ഒരു മരിച്ച മനുഷ്യനെ കണ്ടാൽ അത് എത്ര സുന്ദരിയാണെങ്കിലും മയ്യത്തായി കാണുമ്പോൾ പേടിയല്ലേ, അവിടെ പിന്നെ ശെഹ്വത്ത് വരുമോ? എന്നാലും ഒരു ചങ്ങായി അങ്ങനെ ചെയ്തു കൂട്ടിക്കൊളി, എന്നാൽ അവന് കുളി വിജുബാവും. പക്ഷെ മയ്യത്ത് രണ്ടാമത് മടക്കി കുളിപ്പിക്കേണ്ടതില്ല. മയ്യത്ത് നേരത്തെ കുളിപ്പിച്ചതാണ്, അതിന്റെ ശേഷമാണ് ഈ അമുക്ക് പിടിച്ച ഒരു ചങ്ങായി ഈ സ്ത്രീയുടെ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്തിൽ അവന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത്. എന്നാൽ അവൻ കുളിച്ചാൽ മതി, മയ്യത്ത് രണ്ടാമത് കുളിപ്പിക്കേണ്ടതില്ല. എന്താ കാരണം? അപ്പൊ മയ്യത്തിന് ലാഭത്തുണ്ടാവില്ലേന്ന് ഇല്ല. എന്തുകൊണ്ട്? ലിംഗത്തായി തക്ലീഫി, മരിച്ചതോടുകൂടി മയ്യത്തിന് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലൊക്കെ കഴിഞ്ഞുപോയി. കേട്ടോ, തക്ലീഫില്ല. പിന്നെന്താ കുളിപ്പിക്കണം എന്തിനാണ്? മയ്യത്ത് കുളിപ്പിക്കണം എന്തിനാ? അത് നമ്മളോടുള്ള കൽപ്പന. അത് മയ്യത്തിനെ ആദരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു നല്ല സ്ഥലത്തേക്ക്, ഒരു ബഹുമാനപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ഒന്ന് കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി പോലുണ്ടല്ലോ നമ്മള്. എന്നാൽ റബ്ബിന്റെ ഹദറത്തിലേക്ക് പുറപ്പെടുകയാണ് ഈ മനുഷ്യൻ. അപ്പൊ ഒന്ന് കുളിച്ച് സുഗന്ധം പൂശി പുതിയ വസ്ത്രം ധരിച്ച് പോകട്ടെ, അതൊരു ബഹുമാന. അത്രയുള്ളൂ, അല്ലാതെ തക്ലീഫുള്ളത് കൊണ്ടല്ല. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതിനൊന്നും ആ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടതില്ല. ഇനി ഹൈലുൻ നിഫാസ് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അത് പറഞ്ഞ് തീർക്കാൻ സമയം കിട്ടുമോ? കുറച്ചേ ഉള്ളൂ, വേറെ നോക്കി നോക്കുക. ചോദ്യോത്തരത്തിന് സമയം ഉണ്ടായില്ലാന്ന് വരും ചിലപ്പം. ഷമീമിനെ കണ്ട അപ്പം നിർത്തും ഞാൻ. ഹൈലുൻ നിഫാസൊക്കെ പഠിക്കണമെങ്കിൽ പണ്ട് നമ്മള് ഓതിയ ഹൈലുൻ നിഫാസ് ഇസ്തിഹാവത്തൊക്കെ
ഖുലാസയിൽ ഓതിയെന്ന് പഠിക്കണം. ഇവിടെ അതൊന്നും വിശദീകരിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ തോതിലേ പറഞ്ഞിട്ടുള്ളൂ. സരിസുഹ മൂന്നാമത്തെ കാര്യം ഹൈളാണ്. ഹൈളാണ് എന്ന് പറഞ്ഞാൽ ഹൈളാണ് അതിന്റെ കാരണമെങ്കിലും കുളിക്കാണ്ട വക്ത് കിടക്കുന്ന ഈ ഇങ്കിത്താഹു ഹൈള് മുറിയല, ഹൈള് നിൽക്കുക, ശുദ്ധി വരിക. ശുദ്ധി വരിൽ കുളി ചുമന്ന കാര്യമല്ല, കുളിക്കേണ്ട വക്ത് കിടക്കലാണ് എന്നർത്ഥം. അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഏത് അൽമുനിഫാസൊക്കെ നാളെ പറയാ എന്ന് ചോദ്യോത്തരാക്കിയാലോ? ഇങ്ങനെ അല്ലൂലേ? ആലുവിന്റെ അഭിപ്രായം പോലെ ചോദ്യോത്തരാക്കിയാന്നാണ് അഭിപ്രായമെങ്കിൽ ബാക്കി ഹൈദുനിഫാസും നാളെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ലൈവ് വരുന്നത് വരെ നമ്മളെ ഒത്തു നടക്കുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ആണെങ്കിൽ ഇസ്കൂനും അഭിപ്രായമുണ്ട്. തൽക്കാലം ഇനി ബാക്കിയുള്ള സമയം ആയിക്കോട്ടെ, അവിടെ നിർത്തുക. ഹൈദ് നിഫാസും നാളെ പറയാം ഇൻഷാ അല്ലാഹ്. വിധി വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ വിശദമായിട്ടുള്ള പറച്ചിലൊക്കെ നമ്മള് ഹൈദ് നിഫാസ് ഇസ്തിഹാബത്ത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ അൽഹംദുലില്ലാഹ് ഖുലാസയിൽ പറഞ്ഞു. അത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് അത് നമ്മളെ സൈറ്റിലുണ്ടാവും, അവിടെ നോക്കുക. ഇവിടെ അതിനെ സംബന്ധിച്ച് വളരെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, വിശദീകരണങ്ങളൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനായിക്കോട്ടെ, ബാക്കി നാളെ ഓതാം ഇൻഷാ അല്ലാഹ്.